ചകിരിച്ചോറൊക്കെ കുതിർന്ന് നല്ല ചോക്ലേറ്റ് ബ്രൗണി പോലെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായി കാണാനായിട്ട്. പിന്നെ അതൊന്ന് ശരിയാക്കി നോക്കി. ചെറുതായിട്ട് വെള്ളം കൂടിപ്പോയി, എന്നാലും സാരമില്ല, മണ്ണിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതല്ലേ. അങ്ങനെ ഒന്നും കൂടി കുറച്ച് ആഴത്തിൽ നോക്കി. ഇനിയിപ്പോൾ കട്ടയൊക്കെ പൊടിയാത്തൊക്കെ കിടക്കണ്ടോ എന്ന് അറിയാനായിട്ടൊന്ന് നോക്കി റെഡിയാക്കി. നമുക്ക് മണ്ണ് ഒന്നും കൂടി ഒന്ന് വലിച്ച് വാരി റെഡിയാക്കി വെക്കാം. ഈ സംഭവം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കണമല്ലോ. അതിന് നമ്മൾ മണ്ണിൽ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. വളം ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നേരെ ഈ സംഭവം അതിനകത്തേക്ക് ഇട്ടു. ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല, അന്യായ കനായിരുന്നു, അതിനകത്തേക്ക് കിടന്നുപോയി. പിന്നെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഇളക്കി അടിയിലാണെങ്കിൽ വെള്ളം കുറവായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം കൂടി ഇളക്കി എല്ലാ ബക്കറ്റിൽ നിന്നും എടുത്ത് തോണ്ടി പറക്കി കൂട്ടി മൊത്തം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു കുഞ്ഞി കട്ടയിലായിരുന്നു ഇത്രയും നിറച്ച സംഭവങ്ങൾ ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു കേട്ടോ ഈ സാധനം. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ലാഭമാണ്, എന്നൊരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ് ഈ ഒരു കട്ടയായിട്ടുള്ള ഈ സംഭവം മേടിക്കണത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിലൊക്കെ ഇച്ചിരി പാട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതിന് മുതിർന്നിട്ടില്ല. ഇനി നമുക്ക് ചെറുതായിട്ട് നേരത്തെ രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വലിയ തൂമ്പ എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കുറച്ചധികം നേരത്തെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. ഇതൊന്നെല്ലാം മിക്സ് ചെയ്ത് ഇളക്കി സെറ്റ് ചെയ്ത് ഇതിനകത്തേക്കൊന്ന് ആക്കി എടുക്കണമല്ലോ. ഓൾറെഡി നമ്മുടെ മണ്ണിന് അത്ര ഇതില്ലാത്തതാണ്, അതുകൊണ്ട് മണ്ണും ഒന്ന് റെഡിയാക്കി എടുത്തു. വളവും മണ്ണും കൂടി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ എന്തുട്ടാണ് ചാണകപ്പൊടി, മാട്ടുംകാട്ടം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ട് ഇനി ചകിരിച്ചോറും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേ അധികം നേരത്തിന് ശേഷം റെഡി